പാർലമെന്റ് ശീതകാല സമ്മേളനം തുടരുകയാണ്. രാജ്യസഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞെങ്കിലും ലോക്സഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റ് കവാടത്തിന് മുൻപിൽ കേരള എംപിമാർ പ്രതിഷേധിക്കുകയാണ്. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്നും തത്സമയം വിവരം നൽകാൻ. സിബി, ദില്ലിയിൽ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ കേരള എംപിമാർ പ്രതിഷേധിക്കുകയാണ്. എന്താവശ്യം ഉന്നയിച്ചിട്ടാണ് പ്രതിഷേധം? ഇപ്പോഴും ഈ പ്രതിഷേധം ഉയർത്തി എംപിമാർ അവിടെ തന്നെ തുടരുകയാണോ? വിനീഷ, എന്തായാലും ഇന്നിപ്പോൾ ലോക്സഭയിൽ ഭരണഘടനമേൽ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ലോക്സഭ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുന്നാണ് തൊട്ടു മുൻപാണ് പാർലമെന്റിന് പുറത്ത് പാർലമെന്റ് കവാടത്തിൽ ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ എംപിമാരും ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തീർത്തത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയും ശിവദാസൻ എം പി, അതോടൊപ്പം തന്നെ മറ്റ് കേരളത്തിലെ ഇടത് വലത് എംപിമാരെല്ലാം തന്നെയും ഒരുമിച്ച് നിന്നുകൊണ്ട് ബാനറുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. വയനാടിന് ഇതുവരെയും കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ ഒരു വലിയ ബാനറുകൾ, അതിൽ ജസ്റ്റിസ് ഫോർ വയനാട് എന്ന ബാനറുകൾ ഉയർത്തിയാണ് പ്രതിഷേധിച്ച്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എല്ലാ എംപിമാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് കാണുകയും വയനാടിന് കേന്ദ്ര സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പിട്ട നിവേദനം നൽകിയിരുന്നു. എന്നാൽ അതിന് നൽകിയ മറുപടിയിലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു രൂപ പോലും നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൽ കേരളത്തെ പഴിചാരുന്ന അല്ലെങ്കിൽ കേരളത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെയും ഈ അമിത്ഷായുടെ മറുപടി ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധം എംപിമാർ തീർത്തിരിക്കുന്നത്. ഈ വയനാട് അല്ലെങ്കിൽ കേരളവും ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണെന്നും വയനാടിന് കേന്ദ്ര സഹായം നൽകണം, വയനാടിന്റെ ഇരകൾക്ക് നീതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഫോർ വയനാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവിടെ കേരളത്തിലെ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ ഇന്നും പ്രതിഷേധം നടത്തിയത്. അവിടെ മുദ്രാവാക്യവും പ്ലക്കാർഡുകളും ബാനറുമായി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. അതായത് വലിയ പ്രതിഷേധം ഈ വയനാട് വിഷയത്തിൽ കേരളത്തിലെ എംപിമാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പാർലമെന്റിൽ തന്നെ കഴിഞ്ഞ ദിവസം എല്ലാ നിലയും കെ രാധാകൃഷ്ണൻ എം പി അടക്കം പാർലമെന്റിൽ വയനാടോട് കാണിക്കുന്ന വിവേചനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സഭയിൽ ലോക്സഭയിൽ അടക്കം ഉന്നയിച്ചിരുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും കേരളത്തിലെ എംപിമാർ ഈ വിഷയം പലതവണ ഉന്നയിച്ചിട്ടും ഇപ്പോഴും കേരളത്തിന് ഒരു രൂപ പോലും നൽകാൻ തയ്യാറാകാത്ത ഒരു സമീപനം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ കേരളം നൽകിയ റിപ്പോർട്ടിന്റെ കാലതാമസം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാം തന്നെയും ഈ ഒരു സഹായം നൽകിയില്ല എന്ന് അമിത്ഷാ അടക്കം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കേരളത്തിലെ എംപിമാർ പാർലമെന്റ് അകത്തും പുറത്തും ഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ പാർലമെന്റിന് പുറത്ത് കേരളത്തിലെ എംപിമാർ ഇന്ന് സഭ തുടങ്ങുന്ന തൊട്ടു മുൻപായി പ്രതിഷേധിക്കുകയായിരുന്നു വിനീഷ. സിബി, നമുക്കറിയാം പാർലമെന്റിനകത്തും പുറത്തും എംപിമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോഴും കേരളത്തിന് ഒരു ചില്ലിക്കാശ് പോലും തരാത്ത കേന്ദ്രം കേരളത്തിൽ നിന്ന് എന്ത് അങ്ങോട്ട് വാങ്ങിയെടുക്കാമെന്ന് നോക്കി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വ്യോമസേനയുടെ സഹായം തേടിയതിന് വയനാട്ടിലുള്ള ഈ ദുരന്തത്തിൻ്റെ സമയത്തായാലും 2006 മുതൽ വ്യോമസേനയുടെ സഹായം കേരള സംസ്ഥാനത്ത് ഏതൊക്കെ സമയത്ത് ആവശ്യം വന്നിട്ടുണ്ടോ അതെല്ലാം കൂട്ടി 132 കോടി രൂപ തിരിച്ച് കേന്ദ്രത്തിന് വ്യോമസേനയുടെ സഹായത്തിനായി നൽകണം എന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇതിനടുത്ത് അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമ്മർദ്ദഫലമായി എന്ന് തന്നെ പറയാം, കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദഫലമായി കേരള സർക്കാർ അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. നിലവിൽ ഇതാണ് സാഹചര്യം പോലും. വയനാട് പുനരധിവാസത്തിനായി 2221 കോടി രൂപയാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേന്ദ്രത്തോട് നേരിട്ട് കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ട നിവേദനം നൽകി ആവശ്യപ്പെട്ടത്. അതിൽ ഒരു രൂപ പോലും ധനസഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല, കേരള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എങ്ങനെ കൈയിട്ട് വാരാമെന്നാണ് ഇപ്പോൾ കേന്ദ്രം ആലോചിക്കുന്നത്. അതും ഒരു പ്രതിഷേധത്തിന് വകയാണ് ഇപ്പോൾ എംപിമാരുടെ. തീർച്ചയായും ബിനിഷ, തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിൽ അന്നുണ്ടായ ഒരു വലിയ ആ ഒരു ഉരുൾപൊട്ടലിൽ നമുക്കറിയാം 400-ലധികം ആളുകളുടെയാണ് ജീവൻ രക്ഷപ്പെട്ടത്. അന്ന് കേന്ദ്ര സേനയും കേന്ദ്ര വ്യോമസേനയുടെ എല്ലാ നിലയും സഹായം അന്ന് ലഭിച്ചിരുന്നു. എന്നാൽ അന്ന് കേന്ദ്ര സർക്കാർ നൽകിയ എല്ലാ സഹായങ്ങളുടെയും കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ട് ആ ഒരു പണം തിരികെ പിടിച്ചു പറിക്കുന്ന ഒരു സമീപനം ഇത്തവണയും കേന്ദ്രം ആവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, 2018 പ്രളയ സമയത്ത് അന്നും എയർലിഫ്റ്റിംഗ് നടത്തിയതിൻ്റെ എല്ലാ നിലയും തുക അന്നും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്നും ഈടാക്കിയിരുന്നു. മാത്രമല്ല, അന്ന് നൽകിയ അരിയുടെ പൈസ പോലും അന്ന് വാങ്ങിച്ചെടുക്കുന്ന ഒരു സമീപനം അന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നാട് ഒന്നാകെ ഒലിച്ചുപോയ ഒരു ദുരന്തത്തിലും ആ ദുരന്തത്തിൽ സഹായിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി കടമയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാ നിലയും കേന്ദ്രം ഇതുപോലെ സഹായിക്കാറുണ്ട്, അത് കേന്ദ്രത്തിൻ്റെ കടമ കൂടിയാണ്. പക്ഷേ ആ പൈസ പോലും തിരികെ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ്
നേരത്തെ ബിനീഷ പറഞ്ഞ 132 കോടിയോളം രൂപ അക്കമിട്ട് നിർത്തിക്കൊണ്ട് എയർ ലിഫ്റ്റിങ്ങിനും അതോടൊപ്പം തന്നെ മറ്റുള്ള കേന്ദ്രസേനയുടെ സഹായത്തിനെല്ലാം നിലയും കൃത്യമായി അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ബില്ല് അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരളത്തിൽ അയച്ചിരിക്കുന്നത്. ആ തുക ഉടൻ അടയ്ക്കണം, അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഈടാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പറയുന്നത് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ വേണ്ടത്ര പൈസയുണ്ട്, അതുകൊണ്ട് ഒരു രൂപ പോലും നൽകാൻ കഴിയില്ല എന്നുള്ളൊരു സാങ്കേതികമായ കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ആ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഈ ഒരു വയനാടിൻ്റെ അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ ചുരൽമല മാത്രമുള്ള ഉരുൾപൊട്ടൽ മാത്രമുള്ള ഒരു കലാമിറ്റിക്ക് വേണ്ടിയുള്ള തുകയല്ല, ഒരു വർഷം മുഴുവനുമായി ആ ഒരു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന ഒരു തുക മാത്രമാണ് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത്. അവിടെയും വലിയൊരു വിവേചനം ഉണ്ടായിരുന്നു. മറ്റു സംസ്ഥാനങ്ങൾക്ക് 1000 കോടിയിലധികം രൂപ ലഭിക്കുമ്പോഴെല്ലാം തന്നെ കേരളത്തിന് വെറും 100-145 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നിട്ടും ആ പൈസയിൽ നിന്നും ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോഴും അതിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് ചിലവായ തുക എന്ന പേരിൽ പിടിച്ചു പറിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. സ്വാഭാവികമായും അത് കേരളത്തിലുള്ള വലിയ വിവേചനവും തരംതാണ രാഷ്ട്രീയ സമീപനമാണ് BJPയുടെ എന്ന് നമുക്ക് പറയാതെ വയ്യ. എന്തായാലും ആ ഒരു കേന്ദ്രത്തിൻ്റെ ആ ഒരു സമീപനത്തിനെതിരായ ഒരു പ്രതിഷേധമാണ് പാർലമെൻറ്റിന് പുറത്ത് ഇന്നിപ്പോൾ കേരളത്തിലെ MP-മാർ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലും ലോക്സഭയിലും രാജ്യസഭയിലും പലതവണയായി ഈ MP-മാർ അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവന്നിരുന്നു. ചട്ടം 267 പ്രകാരം ആ നോട്ടീസ് നൽകുമ്പോഴൊന്നും തന്നെയും അതിന് അനുമതി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല, ഇപ്പോഴും കേരളത്തിന് ഒരു രൂപ പോലും തരാനാവില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബറിൽ ഗുജറാത്തിന് 600 കോടി രൂപയും മണിപ്പൂരിന് 50 കോടി രൂപയും ഉത്തരാഖണ്ഡിന് 25 കോടി രൂപയും അങ്ങനെ ഒരു ചെറിയ വയനാട്ടിലുണ്ടായ ഒരു ദുരന്തത്തെക്കാൾ കുറഞ്ഞ തോതിലുണ്ടായ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് പോലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ദിവസങ്ങൾക്കുള്ളിൽ കോടികൾ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഈ 4-5 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും കേരളത്തിന് ഒരു ധനസഹായം നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ദുരന്തത്തെ ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആവശ്യവും ഇതുവരെയും ഈ കേന്ദ്രം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഏതൊക്കെ രീതിക്ക് സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്നോ ആ രീതിക്കെല്ലാം തന്നെയും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സമീപനം BJP സ്വീകരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ചിലവായ തുക പോലും കേരളത്തിൽ നിന്നും തട്ടിയെടുക്കാനുള്ള അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വിനീഷ, സിബി ദയവായി തുടരുക. ഞാൻ സിബിയിലേക്ക് തിരിച്ചു വരാം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റ് കവാടത്തിന് മുൻപിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ സംഘടിപ്പിച്ചത്. Stop discrimination to Wayanad. Stop discrimination to Wayanad. Stop discrimination to Wayanad. Stop discrimination to Wayanad. Stop discrimination to Kerala. Stop discrimination to Kerala. We want special assistance. 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 Stop discrimination to Wayanad. Stop discrimination to Wayanad. Stop discrimination to Wayanad. Stop discrimination to Wayanad. Stop discrimination to Kerala. Stop discrimination to Kerala. We want special assistance. 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 Stop discrimination to Wayanad. Stop discrimination to Wayanad. കേന്ദ്ര ഗവൺമെൻറ് അറിയാതെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ചെയ്തൊരു കാര്യമല്ല. അത് ബോധപൂർവം തന്നെ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെൻറ്റ് ഇന്ന് പ്രത്യേക സമ്മേളനമാണ് ചേരുന്നത്. ദുരന്തം നേരിടുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം നിന്നും കേന്ദ്ര ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുകയല്ല ഇത് ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇത്രയും ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളായി 5ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. 5 മാസമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അവിടെ ഉണ്ടായ സംഭവവാസങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ? അത്രയും ഇന്നഫിഷ്യൻ്റാണോ കേന്ദ്ര ഗവൺമെൻറ് സംവിധാനങ്ങൾ? കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ട് അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ പരിശോധിക്കുകയും അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കാം. ഇത് സഹായിക്കാതെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.
സിബി തുടരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സിബി, നമ്മൾ കേട്ടോ ഇടത് MP-മാർ ഉയർത്തിയ മുദ്രാവാക്യം സ്പെഷ്യൽ അസിസ്റ്റൻസ് വേണം, പ്രത്യേക ധനസഹായം വയനാടിന് വേണം, കേരളത്തോടും വയനാടിനോടും വിവേചനം അരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പാർലമെന്റ് മണ്ഡലത്തിന് മുന്നിൽ ഇന്ന് MP-മാർ പ്രതിഷേധിച്ചത്. കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ കേരളത്തെ അവഗണിക്കും, സാമ്പത്തികപരമായി കേരളത്തെ ഏതൊക്കെ രീതിയിൽ ഞെരുക്കാമെന്ന ഗവേഷണം നടത്തുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ കടന്നു കഴിഞ്ഞു നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് സംസാരിക്കാതെ പോകാതെ വയ്യ. കാരണം കേരളത്തിൽ നിന്ന് എങ്ങനെ പണം തിരിച്ച് കേന്ദ്രത്തിലേക്ക് പിടിക്കാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം നോക്കുന്നത്. കേരളത്തിന് വേണ്ടി ഒരു രൂപ പോലും സഹായം നൽകുന്നില്ല എന്നത് മാത്രമല്ല, കേരളത്തിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എങ്ങനെ കൈയിട്ട് വാരാമെന്ന ഒരു നടപടിയും കൂടെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. വിനിഷ, തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഏതായാലും ഈ നമ്മുടെ MP-മാർക്ക് പാർലമെന്റ് പുറത്തും അകത്തുമെല്ലാം തന്നെ ഇതുപോലെ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഏത് രീതിക്കാണ് കേരളത്തിലുള്ള വിവേചനം കാണിക്കുന്നതെന്ന് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്കറിയാം 24 MP-മാർ ഒപ്പിട്ട ഒരു നിവേദനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തന്നെ നേരിട്ട് നൽകുകയും കേരളം പലതവണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. നരേന്ദ്രമോദി വയനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി, കേന്ദ്ര സമിതി അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അപ്പോഴെല്ലാം തന്നെ ഇതൊരു വലിയ ദുരന്തമാണെന്ന് അവർ പറയുമ്പോഴും ഒരു ഗുരുതര വിഭാഗത്തിലേക്ക്, തീവ്ര വിഭാഗത്തിലേക്ക് പോലും ഈ വയനാട് ദുരന്തത്തെ മാറ്റാൻ ഇവർ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു തീവ്ര വിഭാഗത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ കേരളത്തിലെ മറ്റുള്ള മണ്ഡലങ്ങളിലെ MP-മാർക്ക് പോലും അവരെ MP ഫണ്ടിൽ നിന്നും ഒരു തുക വയനാടിനെ സഹായിക്കാൻ കഴിയുമെന്നുള്ള നിയമപരമായ കാര്യം കൂടി